പത്തനംതിട്ട ജനറൽ ആശുപത്രി വളപ്പിൽ മരുന്ന് വാങ്ങാനെത്തിയ വയോധികന് ചക്ക വീണു പരിക്കേറ്റു. അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ ക്യൂവിൽ നിന്ന് മാറി നിൽക്കുന്നതിനിടയിലാണ് പ്ലാവിലെ ചക്ക അടർന്നു വീണ അപകടമുണ്ടായത്. ഇയാൾക്ക് തലയ്ക്കും കാലിനും പരിക്കേറ്റു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഫാർമസിക്ക് സമീപം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ഓമല്ലൂർ ക്ഷേത്ര ജംഗ്ഷന് സമീപം കോലയിൽ വീട്ടിൽ 78-കാരനായ ഗംഗാധരൻ നായർക്കാണ് പരിക്കേറ്റത്. ഡോക്ടറെ കണ്ട ശേഷം മരുന്ന് വാങ്ങാനായി ഫാർമസിയിലെത്തിയ ഗംഗാധരൻ നായർ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ തിരക്ക് കണ്ട് അല്പം മാറി നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് സമീപത്തെ പ്ലാവിലുണ്ടായിരുന്ന ചക്കയടർന്ന് ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് വീണത്. ചക്ക വീണ ആഘാതത്തിൽ ബോധരഹിതനായ ഇദ്ദേഹത്തെ ഉടൻ തന്നെ അവിടെയുണ്ടായിരുന്നവർ ചേർന്ന് അത്യാഹിത വിഭാഗത്തിലെത്തിച്ചു. പരിശോധനയിൽ തലയ്ക്കും കാലിനും പരിക്കേറ്റതായി കണ്ടെത്തി. എന്നാൽ CT സ്കാനിങ്ങിൽ മറ്റ് ആന്തരിക പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആശുപത്രി വളപ്പിലെ അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി സോഷ്യൽ ഫോറസ്ട്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. അപ്പോൾ തന്നെ പേഷ്യന്റ് കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി ഞങ്ങളെല്ലാം നോക്കി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ CT സ്കാൻ എടുത്തു, അതിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നാലും ഞങ്ങളിവിടെ ഒബ്സർവേഷനിൽ വെച്ചു. കാരണം ഒരു ദിവസം നമ്മുടെ ന്യൂറോളജിസ്റ്റ് വന്ന് കണ്ട് ഒബ്സർവേഷനിൽ ഒരു ദിവസം വെച്ചു. ഇന്ന് നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല പേഷ്യന്റിനെ വിടും. സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. പ്രതീകാത്മകമായി പ്ലാവിൽ ചക്ക തൂക്കിയിട്ടും തലയിൽ ഹെൽമറ്റ് വെച്ചുമാണ് ഇവർ പ്രതിഷേധിച്ചത്. ജനങ്ങളെയാകെ കൊല്ലുന്നേ, പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ മേൽ ചക്കയും മറ്റ് നിർമ്മാണ വസ്തുക്കളും വീഴുന്നത് പതിവ് സംഭവമാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട.